are welcome to this moral science class. Today we are going to continue lesson 3. Okay, മറന്നു പോയ എല്ലാവരും നിങ്ങൾ ലെസൺ നന്നായിട്ട് വായിച്ചോ? അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേഴ്സണാലിറ്റി നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലെസൺ നന്നായിട്ട് വായിക്കുക കേട്ടോ. ഒരു 5 times എങ്കിലും നന്നായിട്ട് വായിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ആ ലെസണിൻ്റെ അവസാന ഭാഗമാണ്. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ. ലാസ്റ്റ് പാരഗ്രാഫ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പേജ് നമ്പർ 13, സെക്കൻഡ് ലാസ്റ്റ് പാരഗ്രാഫ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ആർ ദ പീപ്പിൾ ദാറ്റ് യു ഇമുലേറ്റ് ആൻഡ് വാണ്ട് ടു ബിക്കം. നമ്മൾ ഒരുപാട് അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ മനസ്സിലേക്ക് ചീത്ത ബാഡായിട്ടുള്ള തോട്ട്സാണ് നമ്മുടെ മനസ്സിലേക്ക് പോകുന്നതെങ്കിൽ നമ്മളും ബാഡായിരിക്കും. നമ്മളുടെ ബിഹേവിയർ, നമ്മുടെ സംസാരമൊക്കെ ബാഡായിട്ടുള്ള. അപ്പോൾ നമ്മൾ വേണം നമ്മുടെ മനസ്സിലേക്ക് നല്ല ചിന്തകളൊക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഒരുപാട് പേര് നമ്മളെ റോങ് ആയിട്ടുള്ള വഴിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് പേര് വരും. അവരായിരിക്കും കൂടുതൽ. അപ്പോൾ പെട്ടെന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഒരു ടീനേജ് സമയത്തൊക്കെ നമ്മൾ വഴിതെറ്റി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക, ആ മനസ്സിനെ അങ്ങോട്ട് വിടാതെ കൺട്രോൾ ചെയ്ത് നിർത്തുക. എങ്കിൽ മാത്രമേ നമ്മൾ പിന്നെ രക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ബാഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ലൈഫ് അങ്ങോട്ട് ഫെയിലായിരിക്കും. അതിനേക്കാളും നല്ലത് നമ്മളിതിനെ കൺട്രോൾ ചെയ്യുകയാണ്, അല്ലേ? നമ്മളെ വഴിതെറ്റിക്കാൻ വരുന്നവരോട് നോ എന്ന് പറഞ്ഞ് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിർത്തുക. അതല്ലെങ്കിൽ നമ്മൾ തന്നെ ദുഃഖിക്കേണ്ടി വരും. അവർ നമ്മളെ വഴിതെറ്റിച്ചിട്ട് അങ്ങ് പോകും. അവരുടെ പാട് നോക്കി അവർ പോകും. നമ്മളാണ് കഷ്ടപ്പെടാനുള്ളത്. നമ്മൾ പിന്നെ എല്ലാ സമയത്തും സാഡായിട്ടൊക്കെ ഇരിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ലൈഫ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ നല്ല ആളുകളുമുണ്ട്, നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് നല്ല പേഴ്സണാലിറ്റീസ് ഉണ്ട്. അവരെയാണെങ്കിൽ അടുത്ത പാരഗ്രാഫിൽ പരിചയപ്പെടുത്തുക. There are those icons of love like Buddha, Gandhiji. അല്ലെ, ലവ് ഐക്കൺസ് എന്നറിയപ്പെടുന്ന 2 വ്യക്തികളാണ് ബുദ്ധ ആൻഡ് ഗാന്ധിജി. അവർ 2 പേരെയും കുറിച്ച് മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു. ബുദ്ധ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേരെന്തായിരുന്നു? സിദ്ധാർത്ഥ ഗൗതമ എന്നായിരുന്നു. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? നേപ്പാളിലെ ലുംബിനി എന്ന് പറയുന്ന സ്ഥലത്ത്. അദ്ദേഹത്തിന് വൈഫ് ഉണ്ടായിരുന്നു, യശോധര എന്നാണ് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര്. പിന്നെ അതുപോലെ ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് ബുദ്ധിസം. ബുദ്ധമത സ്ഥാപകനാണ്. പിന്നെ അന്തർ നെയിം ഓഫ് ബുദ്ധ എന്തായിരുന്നു? മറ്റൊരു പേര് കൂടെ ഉണ്ട്, ശാക്യമുനി. പിന്നെ അദ്ദേഹം മരിച്ചത് ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ജനങ്ങളെ സ്നേഹത്തിൻ്റെ പാതയിൽ നടത്തിയ ഒരു വ്യക്തിത്വമാണ് ബുദ്ധ. പിന്നെ അടുത്തത് ഗാന്ധിജി ആരാണ്? ഫാദർ ഓഫ് അവർ നേഷൻ. ഗാന്ധിജി ജനിച്ചത് എവിടെയാണ്? ഗുജറാത്തിലെ പോർബന്ദർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ വൈഫ് ആരായിരുന്നു? കസ്തൂർബ ഗാന്ധി. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് കേട്ടോ. അദ്ദേഹം ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു കേട്ടോ. ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു അദ്ദേഹം എന്ന് പറയാം. പിന്നെ അദ്ദേഹത്തിൻ്റെ സമര മാർഗം ഏതായിരുന്നു? നോൺ വയലൻസ് ആണ്. നോൺ വയലൻസ് എന്ന് പറഞ്ഞാൽ അക്രമമില്ല. അവിടെയാണ് ഏറ്റവും വലിയ സ്നേഹം അദ്ദേഹം വെളിവാക്കുന്നത്. ഒരു ജീവിയെ പോലും നോവിക്കില്ല, ഒരു ജീവിയെ പോലും കൊല്ലാതെ ഒരു വലിയ സാമ്രാജ്യത്വത്തെ നമ്മുടെ രാജ്യത്ത് നിന്ന് ഓടിച്ചയാളാണ് ഗാന്ധിജി. ഓക്കെ, ഇനി അപ്പോൾ അടുത്ത വ്യക്തിത്വങ്ങൾ, പേഴ്സണാലിറ്റീസ് ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഒരുപാട് നല്ല വ്യക്തിത്വങ്ങളും ഉണ്ട്, അല്ലാതെ പ്രശസ്തരായവരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം നമുക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ, നമ്മൾ ആരെയാണ് അനുകരിക്കേണ്ടത്. ഓക്കെ, അടുത്ത തരാൻ നോക്കിയേ. There are those great leaders like രാജാജി, ബാൽ ഗംഗാധർ തിലക്, സർദാർ വല്ലഭായ് പട്ടേൽ who made our independence from the British possible. അപ്പം ഗാന്ധിജിയെ കൂടാതെ നമ്മളുടെ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാക്കി തീർത്ത മറ്റു ചില വ്യക്തിത്വങ്ങളാണ് ഇവരൊക്കെ. ആരൊക്കെയാണ്? രാജാജി ആരാണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം സി രാജഗോപാലാചാരി എന്നാണ്. സി രാജഗോപാൽ ആചാരി എന്ന് പറയുന്നത് ആരെയാണ്? അദ്ദേഹത്തിന്റെ നിക് നെയിമാണ് രാജാജി. ഓക്കെ, ഇതിന്റെ ഫുൾ നെയിം സി രാജഗോപാൽ ആചാരി എന്നാണ് കേട്ടോ.
അദ്ദേഹത്തിന് ഷോർട്ടാക്കി വിളിക്കുന്നതാണ് രാജാജി. ഇനി അദ്ദേഹം ആരാണെന്ന് നോക്കാം. ഹി വാസ് ആൻ ഇന്ത്യൻ ലോയർ. അദ്ദേഹം ഒരു ലോയർ ആയിരുന്നു. ഇൻഡിപെൻഡൻസ് ആക്ടിവിസ്റ്റ്, അതായത് സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു. പൊളിറ്റീഷ്യൻ ആയിരുന്നു. റൈറ്റർ ആയിരുന്നു. ലീഡർ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അന്ന് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആ സമര സംഘടനയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിൻ്റെ ലീഡറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഹി വാസ് ദ ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. അദ്ദേഹം ആരായിരുന്നു? ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. അതായത് ഇൻഡിപെൻഡന്റ് ആവുന്നതിന് മുമ്പുള്ള ഇന്ത്യയെ ബ്രിട്ടീഷ് ഇന്ത്യ എന്നാണ് വിളിക്കുക. അത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഇന്ത്യ ഫ്രീ ഇന്ത്യയാണ് കേട്ടോ. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള അവസാനത്തെ ഗവർണർ ജനറൽ ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അത് മാത്രമല്ല, ഫ്രീ ഇന്ത്യയുടെ ഫസ്റ്റ് ഗവർണർ ജനറലും സി രാജഗോപാല ആചാര്യ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ആളാരാണ്? ബാൽ ഗംഗാധർ തിലക്. അദ്ദേഹം ആരാണെന്ന് നോക്കാം. അദ്ദേഹം ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു, പൊളിറ്റീഷ്യൻ ആയിരുന്നു, ജേർണലിസ്റ്റും കൂടിയായിരുന്നു. ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പത്രത്തിൽ എഴുതുന്നതാണ്. ആൻഡ് സോഷ്യൽ റിഫോമർ, അതായത് സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്ന ഒരാൾ, സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായിരുന്നു. പിന്നെ സാൻസ്ക്രിറ്റ് സ്കോളർ ആയിരുന്നു. സംസ്കൃതത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ആളായിരുന്നു ബാൽ ഗംഗാധർ തിലക്. ഹോം റൂൾ മൂവ്മെൻറ്റ് ഈസ് ഹിസ് കോൺട്രിബ്യൂഷൻ. സ്വാതന്ത്ര്യ സമരകാലത്തെ ഒരു മൂവ്മെൻ്റാണ് ഹോം റൂൾ മൂവ്മെൻറ്റ്. അതിൻ്റെ നേതാവ് ബാൽ ഗംഗാധർ തിലകായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അദ്ദേഹത്തെക്കുറിച്ച്. പിന്നെ അതുപോലെ നമ്മളുടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് മുൻകൈ എടുത്തത് ബാൽ ഗംഗാധർ തിലകാണ്. അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നുണ്ടല്ലോ, ഏത് ദിവസമാണത്? August 15 അല്ലേ? അപ്പോൾ ഈ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസിൻ്റെ വക്താവും കൂടിയാണ് ബാൽ ഗംഗാധർ തിലക്. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച്? ഓക്കെ, അദ്ദേഹത്തിനെ വിളിക്കുന്നത് ചീഫ് എന്നാണ്. സർദാർ എന്ന് പറഞ്ഞാൽ ചീഫാണ് കേട്ടോ. സർദാർ വല്ലഭായ് പട്ടേൽ, ചീഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിക്നെയിം. ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ് അദ്ദേഹം. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്ററിൻ്റെ അടുത്തുള്ള ആൾ. ഇപ്പം നമ്മൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന പോലെ പ്രൈം മിനിസ്റ്ററിൻ്റെ തൊട്ട് താഴെയുള്ള സ്ഥാനമാണ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ. ഓക്കെ, പിന്നെ ലീഡർ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലീഡറായിരുന്നു. പിന്നെ ഇന്ത്യയുടെ ഹോം മിനിസ്റ്ററും കൂടി ആയിരുന്നു. ഹോം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഭ്യന്തര മന്ത്രി. ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രി കൂടിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, അപ്പോൾ പൊളിറ്റിക്സിലുള്ള 3 ആളുകളെ പരിചയപ്പെട്ടു. ഗാന്ധിജി അല്ലാതെ ആരൊക്കെയാണത്? രാജാജി, ബാൽ ഗംഗാധർ തിലക്, സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്തതാരാണ്? യു ഹാവ് ദി എക്സാമ്പിൾസ് ഓഫ് ദ സയൻറ്റിസ്റ്റ്. ഇനി ഇവർ മാത്രമല്ല, പൊളിറ്റീഷ്യൻസ് മാത്രമല്ല, സയൻറ്റിസ്റ്റുകളുണ്ട്. നിങ്ങൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റിയ സയൻറ്റിസ്റ്റുകളുണ്ട്. ആരൊക്കെയാണ്? ആൽഫ്രഡ് ഐൻസ്റ്റീൻ, തോമസ് ആൽവ എഡിസൺ ആൻഡ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ആരൊക്കെയാണ്? നിങ്ങൾക്ക് അനുകരിക്കാൻ പറ്റിയ സയൻറ്റിസ്റ്റുകൾ ആരൊക്കെയാണ്? ഫസ്റ്റ് വൺ ആൽഫ്രഡ് ഐൻസ്റ്റീൻ. ഐൻസ്റ്റീനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലേ? അദ്ദേഹത്തിൻ്റെ ലോയൊക്കെ നിങ്ങളെ മിക്ക എല്ലാ ക്ലാസ്സുകളും, സയൻസ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. ആൽഫ്രഡ് ഐൻസ്റ്റീൻ ആരായിരുന്നു? ഓക്കെ, നെക്സ്റ്റ് വൺ തോമസ് ആൽവ എഡിസൺ. അതായത് ഏറ്റവും കൂടുതൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ച ആൾ കൂടിയാണ് തോമസ് ആൽവ എഡിസൺ. അദ്ദേഹത്തെക്കുറിച്ച് ഒരു കഥയുണ്ടല്ലോ. എന്താണ്? എഡിസൺ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം എഡിസന്റെ ടീച്ചർ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കുറിപ്പ് കൊടുത്തു വിട്ടു. കുട്ടിയാണ് എഡിസൺ, കുട്ടിയായിരുന്ന എഡിസന്റെ കയ്യിൽ ഒരു കുറിപ്പ് കൊടുത്തു വിടുകയാണ്. അമ്മയ്ക്ക് കൊണ്ടേ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് എഡിസൺ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, ടീച്ചർ എന്താണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷെ അമ്മ വായിച്ചു നോക്കിയപ്പോൾ എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ ആ കുട്ടിയെ കൊണ്ട് ഞാൻ തോറ്റു, ഇവിടെയുള്ള ഒരു അധ്യാപകരും പഠിപ്പിച്ചാൽ ഈ കുട്ടി നന്നാവത്തില്ല, അതുകൊണ്ട് വേറെ ഏതെങ്കിലും സ്കൂളിൽ ഇവനെ കൊണ്ടുപോയി ആക്കുക എന്നാണ് ആ കുറിപ്പിലുണ്ടായിരുന്നത്.
അപ്പോൾ അമ്മ ഇത് വായിച്ചതിന് ശേഷം എഡിസന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എഡിസൺ ഇങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ട് അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് വിഷമം തോന്നി. അവൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞാൽ അവന് വിഷമമാവില്ലേ? അപ്പോൾ എഡിസൺ ചോദിച്ചു, എന്താ അമ്മേ ടീച്ചർ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? അപ്പോൾ അമ്മ എന്താ പറഞ്ഞതെന്നറിയാവോ? നീ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ ഇവിടെയുള്ള നിൻ്റെ സ്കൂളിലുള്ള ടീച്ചേഴ്സ് ആർക്കും നിന്നെ പഠിപ്പിക്കാനുള്ള യോഗ്യതയില്ല. കാരണം നീ അവരെക്കാൾ ബ്രില്യൻ്റ് ആണ്. അതുകൊണ്ട് നിന്നെ കുറച്ചുകൂടെ മെച്ചമായ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുക എന്നാണ് അധ്യാപകൻ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ എഡിസന് ഭയങ്കര സന്തോഷമായി. താൻ ഭയങ്കര ബ്രില്യൻ്റ് ആണെന്ന് തൻ്റെ അധ്യാപകൻ പറഞ്ഞില്ലേ. അതിനുശേഷം ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. എഡിസൺ ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റായി. അദ്ദേഹം റിച്ചായി. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം എഡിസൺ തൻ്റെ അമ്മയുടെ വീട്ടിൽ വരികയാണ്. അവിടെ എല്ലാം ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുകയാണ്. അതൊക്കെ ടേബിളും എല്ലാം വൃത്തിയാക്കുന്നതിനിടയ്ക്ക് അമ്മയുടെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പഴയ ഒരു ബോക്സ് കിട്ടി. അതിൻ്റെ പൊടിയൊക്കെ മാറ്റിയിട്ട് എഡിസൺ ആ ബോക്സ് തുറന്നപ്പോൾ ഈ ടീച്ചർ അന്ന് കൊടുത്തിരുന്ന ആ കുറിപ്പുണ്ടല്ലോ, അത് അമ്മ ഭദ്രമായിട്ട് ആ ബോക്സിനകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അമ്മ പറഞ്ഞതേ എഡിസൺ കേട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് അതിങ്ങനെ പിഞ്ചി പോകാറായ ഒരു പേപ്പറായിരുന്നു. പക്ഷെ അദ്ദേഹം ശ്രദ്ധാപൂർവ്വം അത് തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ടീച്ചർ എഴുതിയിരിക്കുന്ന ആ സെൻറ്റൻസ് കണ്ടിട്ട് എഡിസൺ കരഞ്ഞുപോയി. കാരണം തൻ്റെ അമ്മ അന്ന് തന്നോട് ആ കുറിപ്പിലെ വാചകങ്ങൾ അതേപോലെ പറഞ്ഞിരുന്നെങ്കിൽ അവിടെ കൊണ്ട് എഡിസൺ എന്ന ആളുടെ ലൈഫ് തീർന്നേനെ. അദ്ദേഹം പിന്നെ ആരും ആകുമായിരുന്നില്ല. കാരണം അധ്യാപകൻ പറഞ്ഞു ഇവൻ ഒന്നിനും കൊള്ളാത്ത കുട്ടിയാണെന്ന് പറഞ്ഞാൽ അതോടെ ആ കുട്ടിയുടെ കരിയർ നശിക്കുകയാണ് അല്ലേ. പക്ഷേ അമ്മയുടെ ആ വാക്കുകളാണ് എഡിസൺ ഇത്രയും വലിയൊരു സയൻറ്റിസ്റ്റാക്കി മാറ്റിയത്. അപ്പോൾ തൻ്റെ അമ്മ എത്ര വലിയ ആളാണെന്ന് എഡിസൺ സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയെന്നാണ്. ഓക്കെ, അപ്പോൾ തോമസ് ആൽവ എഡിസൺ ആൻഡ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ. മറ്റൊരു സയൻറ്റിസ്റ്റാണ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ GK ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിത്വങ്ങളെ നിങ്ങൾക്ക് അനുകരിക്കാവുന്നതാണ്. പിന്നെ ആരാണ്? ദ മ്യൂസിക്കൽ ജീനിയസ് ലൈക്ക് MS സുബ്ബലക്ഷ്മി, ബീതോവൻ, മൊസാർട്ട്. അപ്പോൾ മ്യൂസിക് മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചവരാണ് MS സുബ്ബലക്ഷ്മി. ഇനി അടുത്തത് സ്പോർട്ടിംഗ് ലെജൻസ് ആണ്. സ്പോർട്സ് മേഖലയിൽ കഴിവ് തെളിയിച്ചവർ ലൈക്ക് പെലെ. പെലെ ഏതിലാണ്? ഫുട്ബോൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം കേട്ടോ. കാലിൽ മാന്ത്രിക ശക്തിയുള്ള ആ മനുഷ്യനാണ് പെലെ. ആൻഡ് ബ്രാഡ്മാൻ. നിങ്ങൾക്ക് പെലേക്കാലം കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ളത് ബ്രാഡ്മാൻ ആയിരിക്കും അല്ലേ. ടു ജസ്റ്റ് നെയിം എ ഫ്യൂ. ഇപ്പം ഇതുപോലെ കുറച്ച് ആളുകളുണ്ട്. ഇവരാർക്കും വേണ്ടി നല്ല ആളുകളാണ് അല്ലേ. എല്ലാവരും നല്ല ഗുണങ്ങളുള്ള കഴിവുള്ള വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ലൈഫ് സ്റ്റോറി നമുക്ക് വായിക്കാം. അവരുടെ ജീവിതത്തിലെ സംഭവങ്ങളൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവരെ അറിയുക, കൂടുതൽ അറിയുക. അപ്പോൾ നമുക്കും ഒരു പ്രചോദനം ഉണ്ടാകും. നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എല്ലാവർക്കും ഒരേ ബുദ്ധിയാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ആർക്കും സ്പെഷ്യലായിട്ട് എക്സ്ട്രാ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. യു ഓൾസോ ഹാവ് മെനി ലൈക്ക് അഡോൾഫ് ഹിറ്റ്ലർ. അതായത് അല്ലാതെ ഫേമസ് ആയ ആളുകൾ കാണും. പക്ഷെ അവർ കുറച്ചുകൂടെ ക്രൂരതയുടെ പര്യായമായിട്ടൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ളത്. അങ്ങനെയുള്ള ആളിൽ ഒരാളാണ് അഡോൾഫ് ഹിറ്റ്ലർ. മുസോളിനി. ഇവർ രണ്ടുപേരും ആ കാര്യത്തിൽ ഫേമസ് ആണ്. അതായത് ഒരു വംശത്തെ നശിപ്പിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയ ആളുകളാണ്. സ്വേച്ഛാധിപതികളെന്നൊക്കെ പറയത്തില്ലേ. അവരുടേതായ ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരിക, ബാക്കിയുള്ളവരെ എല്ലാവരെയും ലോകത്ത് നിന്ന് തുടച്ചു നീക്കണമെന്ന് പ്രതിജ്ഞ എടുത്ത് ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയ രണ്ട് വ്യക്തികളാണ് അഡോൾഫ് ഹിറ്റ്ലറും മുസോളിനി. ഹു ബിക്കെയിം പവർഫുൾ ബൈ പ്രൊപ്പഗേറ്റിംഗ് ഹേറ്റ്രഡ് ആൻഡ് വയലൻസ്. എന്താണ് വെറുപ്പും വൈരാഗ്യവും വയലൻസും ഒക്കെ കാട്ടിക്കൂട്ടിയ രണ്ട് വ്യക്തികളാണ്. അപ്പോൾ ഇതിൽ ആരെ വേണമെങ്കിലും നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാം. നോക്കിക്കോളൂ. ദ ചോയ്സ് ഈസ് ഫുള്ളി യുവേഴ്സ്. ചില കുട്ടികൾ പറയാറുണ്ട് കഥയിലെ വില്ലനെയാണ് എനിക്കിഷ്ടമെന്ന്. അതായത് വയലൻസ് കാണിക്കുന്ന വില്ലനെയാണ് ചിലർ ഇഷ്ടപ്പെടുക. മെജോറിറ്റിയും ഇഷ്ടപ്പെടുന്നത് ഹീറോയെയാണ്. പക്ഷെ ചില ആളുകൾക്ക് വില്ലനെയാണ് ഇഷ്ടപ്പെടുക. അതെന്തുകൊണ്ടാണ്? അവരുടെ മനസ്സിലെപ്പോഴും ബാഡ് തോട്ട്സ് ഉള്ളത് കൊണ്ടായിരിക്കാം അല്ലേ. അല്ലെങ്കിൽ ഒരു ദുഷ്ട കഥാപാത്രത്തെ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ അവരെ ആരാധിച്ചു വരുന്ന നമ്മളും ഭാവിയിൽ വയലൻസ് ഉള്ളവരായിട്ട് മാറും. അപ്പോൾ അത് സൊസൈറ്റിക്ക് ദോഷമാകും, നമുക്കും ദോഷമാകും. അപ്പോൾ നമ്മുടെ ലൈഫ് അവിടെ കൊണ്ട് തീർന്നു അല്ലേ. സൊസൈറ്റിക്ക് ദോഷമായിട്ടുള്ളവരെയൊക്കെ പിടിച്ച് എവിടെയാണ് ഇടുന്നതെന്നറിയാമോ? ജയിലിലിടും. അപ്പോൾ ലൈഫിൻ്റെ മെജോറിറ്റി ഭാഗവും നമ്മൾ ജയിലിൽ ഉണ്ട നിന്ന് കിടക്കണ്ടേ. ഇപ്പോൾ ഉണ്ടല്ല കേട്ടോ, അവിടെ നല്ല ചപ്പാത്തിയും ചിക്കനൊക്കെ ആണെന്നാണ് പറയുക. അപ്പോൾ എന്തായാലും പുറലോകം കാണാതെ നമ്മുടെ ഫ്രീഡം നശിച്ച് നമ്മളിങ്ങനെ ജയിലറയ്ക്കുള്ളിൽ കിടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ജീവിക്കുന്നതല്ലേ. ചോയ്സ് നിങ്ങളുടേതാണെങ്കിലും നല്ല ആളുകളെ ചൂസ് ചെയ്യുക കേട്ടോ.
You can choose to make your lives beautiful or miserable by the thoughts that you put into your minds. അപ്പോൾ നിങ്ങൾക്ക് നല്ല വ്യക്തിത്വങ്ങളെ തിരഞ്ഞെടുത്ത് നല്ലതുപോലെ ജീവിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടെ മനോഹരമായിട്ട് മാറും. അതല്ലെങ്കിൽ മിസറബിൾ ആയിട്ടുള്ള തോട്ട്സൊക്കെ നമ്മുടെ മനസ്സിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് നയിക്കും. ഡു റിമെമ്പർ ദാറ്റ് ആസ് യു സോ സോ യു റീപ്പ്. എന്താണ് ചൂസ് ചെയ്യുന്നതെങ്കിലും മനസ്സിലോർക്കുക, നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അതേ നമുക്ക് തിരിച്ച് കിട്ടും. നമ്മൾ നല്ലത് വിതച്ചാൽ നമുക്ക് നല്ലത് കിട്ടും. നമ്മൾ ചീത്തയാണ് വിതയ്ക്കുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും ദുരിതങ്ങളെ വന്നിരിക്കും. അപ്പോൾ അത് മനസ്സിലോർക്കുക. അപ്പോൾ അത്രയും ഉള്ളൂ നമ്മുടെ ലെസൺ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു ലെസൺ ആണെന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക, ചീത്തയുടെ പുറകെ പോകാതിരിക്കുക. ആ ഒരു മോറലാണ് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് കിട്ടുന്നത്. ഇനി ആക്ടിവിറ്റീസ് നോക്കിക്കേ. പ്ലീസ് ടേക്ക് ലുക്ക് അറ്റ് യുവർ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ ഫ്രണ്ട്സിനെ ഒന്ന് നോക്കുക. നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടാകും, അവരെയൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ദ ബുക്സ് ദാറ്റ് യു റീഡ്. നമ്മൾ വായിക്കുന്ന ബുക്ക് ഏതൊക്കെയാണെന്ന് പരിശോധിക്കുക. ചിലപ്പോൾ നല്ല ബുക്ക് വായിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഏതെങ്കിലും ചീത്ത ബുക്കും കൂടെ വായിക്കുന്നുണ്ടാകും, അത് നോട്ട് ചെയ്യുക. ആൻഡ് ദ പേഴ്സണാലിറ്റീസ് ദാറ്റ് യു വാണ്ട് ടു ബിക്കം. നമ്മളിപ്പോൾ കുറേ പേഴ്സണാലിറ്റീസിനെ പഠിച്ചു അറിഞ്ഞു. അപ്പോൾ അതിലാരെയാണ് നിങ്ങൾക്കിഷ്ടം എന്നൊക്കെ ഒന്ന് നോക്കുക. See for yourself if this association is helping you to become better or is taking you towards problems. അപ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഒന്നുകൂടെ ബെറ്റർ ആകും, അതല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ പ്രോബ്ലംസിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ടേക്ക് അപ്രോപ്രിയേറ്റ് സ്റ്റെപ്സ് കേട്ടോ. നന്നാകാൻ ഉദ്ദേശിക്കുന്നവർ, അപ്പോൾ നമ്മൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചവരും കാണും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പാഠം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക, സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക. ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ദാറ്റ് യു റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻ ഇൻ എ ജേർണൽ. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പേപ്പറിലൊക്കെ വരാറില്ലേ, ഇങ്ങനെ ഒരുപാട് നാൾ ചട്ടമ്പിയായിട്ട് ജീവിച്ച ആൾ പെട്ടെന്ന് പുതുജീവിതത്തിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വരാറില്ലേ. അതുപോലെ നന്നായിട്ട് ജീവിച്ചവർക്ക് ഒന്നുകൂടെ പറയാം. ഞാൻ മോറൽ സയൻസിൽ ഇങ്ങനെ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ലൈഫ് ഞാൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കാനായിട്ട് ഞാൻ ഇന്ന തീരുമാനങ്ങൾ എടുത്തു എന്നൊക്കെ പറഞ്ഞ് ഒരു ജേർണൽ എഴുതാം. അതല്ല ഇപ്പോൾ ഡ്രഗ് അഡിക്റ്റ്, നിങ്ങൾ അച്ഛൻ അമ്മ കാണാതെ സിഗരറ്റ് വലിക്കുക, മദ്യം കുടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഉള്ളവർ ഈ ഒരു ലെസൺ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചെങ്കിൽ ഞാൻ പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു, എനിക്കിപ്പോഴാണ് അതിനെക്കുറിച്ചൊരു ബോധം കിട്ടിയത്, അപ്പോൾ ഞാൻ അതുകൊണ്ട് എൻ്റെ ലൈഫിൽ കുറേ പുതിയ സ്റ്റെപ്സുകളൊക്കെ എടുക്കാൻ പോവുകയാണ്, ഞാൻ ഇനി മുതൽ നല്ല കുട്ടിയായിട്ട് ജീവിക്കും, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ജേർണൽ തയ്യാറാക്കാം. സെക്കൻഡ് ആക്ടിവിറ്റി, ദർ വിൽ ബി മെനി ബുക്സ് ഓഫ് ക്വട്ടേഷൻസ് ആൻഡ് വണ്ടർഫുൾ തോട്ട്സ് ഇൻ യുവർ ലൈബ്രറി ഓർ അറ്റ് ഹോം. ഒരുപാട് ബുക്കുകളുണ്ട് അല്ലേ, മഹാന്മാരുടെ വചനങ്ങൾ എഴുതിയതും പിന്നെ അതുപോലെ വണ്ടർഫുൾ തോട്ട്സും ഒക്കെ നിങ്ങളുടെ ബുക്ക് ചില ലൈബ്രറീസിൽ കാണാം, അതല്ലെങ്കിൽ ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല തോട്ട്സ് ഒക്കെ എഴുതി വെച്ചിരിക്കണം, ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും. ബിഗിൻ ആൻഡ് എൻഡ് യുവർ ഡേ ബൈ റീഡിങ് സം തോട്ട്സ് ഫ്രം സച്ച് ബുക്സ് ആൻഡ് ഓൾസോ തിങ്ക് അബൌട്ട് ദീസ് തോട്ട്സ് ഡ്യൂറിങ് ദ ഡേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബൈബിളിലെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഹോളി ബുക്കിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ മഹാന്മാരുടെ വചനങ്ങളോ ഒക്കെ നിങ്ങളുടെ ബെഡ്റൂമിൽ ഭിത്തിയിൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന ഭാഗത്തിൽ അത് ഒട്ടിച്ച് വയ്ക്കുക. രാവിലെ എഴുന്നേറ്റ് അതൊന്ന് വായിക്കുക, എന്നിട്ട് അതിനെക്കുറിച്ചൊന്ന് തിങ്ക് ചെയ്യുക. കിടക്കുന്നതിന് മുമ്പും ആ സെൻറ്റൻസ് ഒന്ന് വായിക്കുക. അബ്ദുൾ കലാമിൻ്റെയൊക്കെ നല്ല നല്ല സെൻറ്റൻസുകളുണ്ട്. അപ്പോൾ അതും നമ്മുടെ ലൈഫിന് ഒരു പുതുജീവൻ നൽകാൻ പര്യാപ്തമാണ്. തേർഡ് ആക്ടിവിറ്റി, റൈറ്റ് എ ജേർണൽ ഓൺ ദ ഇൻസിസ്റ്റൻസ് ഇൻ യുവർ ഓൺ ലൈഫ് റിലേറ്റിംഗ് ടു ആസ് യു സോ സോ യു റീപ്പ്. ഈ ആസ് യു സോ സോ യു റീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിതച്ചതേ കൊയ്യൂ അല്ലേ, വിതയ്ക്കുന്നതേ കൊയ്യൂ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ഒരു പാരഗ്രാഫ് എഴുതുക. ഫോർത്ത് ആക്ടിവിറ്റി, റീഡ് ദ ബയോഗ്രഫീസ് ഓഫ് ഇല്ലസ്ട്രിയസ് പേഴ്സൺസ് ഇൻ വേരിയസ് ഫീൽഡ്സ് ലൈക്ക് സയൻസ്, ലിറ്ററേച്ചർ, സ്പോർട്സ്, ആർട്സ്, റിലീജിയൻ എറ്റ്സെട്ര. ഏത് ഫീൽഡ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. സയൻസ് ഇഷ്ടമുള്ളവർക്ക് സയൻസ് ഫീൽഡിലുള്ളവരെ എടുക്കാം, ലിറ്ററേച്ചറിന് ഇഷ്ടമുള്ളവർക്ക് സാഹിത്യ മേഖലയിലുള്ളവരെ ആളുകൾ എടുക്കാം, പിന്നെ സ്പോർട്സ് ഉണ്ട്, ആർട്സ്, റിലീജിയൻ. ഇതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് അവിടെയുള്ള ചില പേഴ്സൺസിൻ്റെയൊക്കെ ബയോഗ്രഫീസ് എടുത്ത് വായിക്കുക, ജീവചരിത്രം വായിക്കണം. ആൻഡ് സമ്മറൈസ് ദ റീസൺസ് ഫോർ ദെയർ എനോർമസ് സക്സസ് ഇൻ ലൈഫ്.
അവരെങ്ങനെയാണ് ലൈഫിൽ സക്സസ് ആയത് എന്നുള്ളതിനെക്കുറിച്ചൊരു സമ്മറി എഴുതി വയ്ക്കുക. അപ്പോൾ ആ സമ്മറി ഇടയ്ക്കിടയ്ക്ക് എഴുതി വായിക്കുമ്പോൾ നമുക്കും ഇതുപോലെയൊക്കെ ആയി തീരാനായിട്ടൊരു പ്രചോദനം കിട്ടും കേട്ടോ. അത് അങ്ങനെയൊന്നും ആയില്ലെങ്കിൽ തന്നെയും നമ്മുടെ ലൈഫിന് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്താനായിട്ട് അത് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ലെസൺ കഴിഞ്ഞു, പാഠം കഴിഞ്ഞു, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നമുക്കിനി വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.